ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ വേണുവിനെയും രേവതിയാണ് കാണിക്കുന്നത്. ഇതൊരു പറ്റിയ അവസരമാണ് വേണു കേട്ടാ. എന്തായാലും അവളെ ഒന്നും കൂടെ ഒന്ന് ചൊടിപ്പിച്ച് വിടണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച സ്വത്തുക്കളൊക്കെ നമുക്ക് കിട്ടൂ. അത് ശരിയാ, എന്തായാലും അവൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക റെഡിയായിട്ട് വന്നതും മോളെ, എന്തായാലും അവളുമാർ രണ്ടുപേരും അവിടെ ഇല്ല. ഈ അവസരം മോള് മുതലെടുക്കണം. ആ നയന ചെയ്യുന്നതൊക്കെ മോള് ചെയ്യണം. എന്നിട്ട് ദേവയാനയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ മനസ്സിൽ കയറി കൂടണം. അതിന് വലിയമ്മയുടെ മനസ്സിൽ ഞാനുണ്ട്. അവരുടെ മരുമകളെക്കാളും കൂടുതൽ എന്നോടാ സ്നേഹം. അങ്ങനെയുള്ളപ്പോൾ ഞാനെന്തിനാ അവരുടെ മനസ്സിൽ കയറി പറ്റാൻ നോക്കുന്നത്? മനസ്സിലുണ്ടെങ്കിലും മോൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അവസരം നമ്മൾ മുതലെടുക്കണം. എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ കയ്യിൽ നിന്നും കാശ് തട്ടിയെടുക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അമ്മേ, എന്നിട്ടറിയാം എന്താ അവിടെ നടക്കുന്നതെന്ന്. മോളെ, ആദ്യം ആ നയന പോയപ്പോൾ ദേവയാനി നയനയെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെയുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് മോൾ അവരോട് ഉപദേശം കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ അത് സമ്മതിക്കും. കാരണം അങ്ങനെ അടിക്കടി വിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ തോറ്റു കൊടുക്കുന്നതിന് തുല്യമാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാലേ പിന്നെ അവർ പോകത്തില്ല. എനിക്ക് തോന്നുന്നില്ല. ആദർശേട്ടനെന്ന് വെച്ചാൽ അവർക്ക് ജീവനാ. അതുപോലെ അച്ഛനും മുത്തശ്ശനും എല്ലാവരും അവർക്ക് ഭയങ്കര ജീവനാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണ്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും. അതല്ലാതെ വേറൊന്നും പറയാൻ എനിക്കൊരു വഴിയില്ലമ്മേ. പക്ഷേ മോളെ, എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇനി തിരിച്ചു വന്നാൽ പിന്നെ അവൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഒരു ഡിമാൻഡ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു അവസരമായത്. അത് ശരിയാണ്. പക്ഷേ വലിയമ്മയെ പോലും തളർത്തിക്കളഞ്ഞത് എന്താണെന്നറിയാമോ? അവളുടെ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഗുണം അവൾ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗുണം കിട്ടുന്നതുകൊണ്ട് വലിയമ്മയോ ഒന്ന് തലതാഴ്ത്തി പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. കാരണം മകൻ MD ആയിരിക്കുന്ന കമ്പനി ഉയരങ്ങളിലേക്ക് പോകുന്നത്, അതും അവൾ കാരണം പോകുന്നത് അവരുടെ സന്തോഷമായിരിക്കുമല്ലോ അമ്മേ. അത് ശരിയാണ്. പക്ഷെ എന്തൊക്കെയായാലും മോൾക്ക് അവിടെ നല്ലൊരു സ്ഥാനമുള്ളത്. മോളുടെ അമ്മായിയമ്മ മോളെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവൾമാരുടെ അമ്മായിയമ്മമാരും മോളെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മോൾ ഈ അവസരം മുതലെടുത്തേ മതിയാവും. അവിടെ എന്ത് ചെയ്താലും അവർ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഡയമണ്ട് നെക്ലസ്സുകളാണ്. അതുകൊണ്ട് ഡയമണ്ട് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കണം. അത് കേട്ടതും നമ്മുടെ അനാമിക ഒന്ന് ആലോചിക്കുകയാണ്. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. പിന്നെ മോൾക്ക് കോലം വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. കോലോ എന്നും വേണു. അയ്യോ എൻ്റെ മനുഷ്യ, ഞാൻ പറഞ്ഞത് മുറ്റത്തിടുന്ന കോലമാണ്. ആ നയന 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എന്നും ഉമ്മറത്ത് കോലം ഇടാറില്ലേ? ആ കോലത്തെക്കുറിച്ച്, ആ കോലം കണ്ട ആ കിളവനും കിളവിയും അവളെ ഒരുപാട് സ്നേഹിക്കുന്നത്. കാരണം വീട്ടുമുറ്റത്ത് കോലം ഇടുന്നത് നല്ലതാണെന്നും ഐശ്വര്യം വരുമെന്നും ഒക്കെ തമിഴ്നാട്ടുകാർ പറയൂ അത്രേ. ആ തമിഴ്നാട്ടുകാരുടെ ഭാഗത്തു നിന്നല്ലേ ഈ കിളവനും കിളവിയൊക്കെ വന്നത്. അതുകൊണ്ടേ അവർക്ക് അതൊരു ആഘോഷമാണ്, സന്തോഷമാണ്, ആചാരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോലം ഇടാൻ പഠിച്ചിരുന്നെങ്കിൽ കോലം ഇട്ടെങ്കിലും അവരുടെ മനസ്സിൽ കയറിക്കൂടായിരുന്നു. ഇതിപ്പോൾ കോലം ഇടാനും അറിയില്ല, അടുക്കളപ്പണിയും അറിയില്ല. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാടി? അമ്മ, വെറുതെ എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ സ്വഭാവം മാറും കേട്ടോ. ഇതൊക്കെ പഠിപ്പിച്ചു തരേണ്ടിയിരുന്നത് നിങ്ങളല്ലായിരുന്നോ? പഠിപ്പിച്ചു തരാൻ ഞാൻ വിളിക്കുമ്പോൾ നീ വരാറുണ്ടോ? എങ്ങോട്ടെങ്കിലും കറങ്ങി അടക്കാൻ പോവും. എന്നിട്ടിപ്പോൾ എന്നെ കുറ്റം പറയുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ രേവതി വഴക്ക് പറയുക അനാമികയെ. എൻ്റെ രേവതി, നീ മോളെ വഴക്ക് പറയല്ലേ. മോളെ, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ ഞങ്ങളെ വിളിച്ചാൽ മതി. അവളുമാരവിടെ ഇല്ലാത്തതുകൊണ്ട് രേവതിയെ പറഞ്ഞു വിടാം. അപ്പം നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വരണമെങ്കിൽ വരാം, എനിക്ക് വരണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറിയൊരു ടെൻഷനുണ്ട്. അവളുമാരില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, അവളുമാരുണ്ടെങ്കിലേ പണി കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ ഇരിക്കുക ഈ സമയം. എന്നാൽ ശരിയമ്മ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ. അങ്ങനെ അനാമിക പോവുകയാണ്. അനാമിക പോയി കഴിഞ്ഞതും രേവതി, വേണുവേട്ടാ, പരമാവധി അവളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അവിടെ ചെന്ന് ചെയ്യാനുള്ളതൊക്കെ അവൾ ചെയ്തോളും. അതെ, അതിൻ്റെ സന്തോഷത്തിലാണ് രേവതിയും ഞാനും. എന്തൊക്കെ സംഭവിച്ചാലും അനന്തപുരിയിലെ സ്വത്ത് നമ്മുടെ കയ്യിൽ വന്ന് ചേരണം. അതിന് ഇതേ ഉള്ളൊരു മാർഗം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും പിന്നെ ജയനെയും ഒക്കെയാണ്. എന്നാലും ഇത്ര നേരമായിട്ടും ക്ഷേത്രത്തിലേക്ക് പോയ ദേവയാനിയെ കാണുന്നില്ലല്ലോ. ആകെ ടെൻഷനായി. ജയ, നീ വല്ലതും അവളെ വഴക്ക് പറഞ്ഞായിരുന്നോ? ഇല്ലച്ചാ, ഞാൻ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നയനമോള് പോയതിൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. അല്ലാതെ വഴക്കായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലച്ചാ.
കാര്യങ്ങൾ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. വിഷമിച്ചിരിക്കുന്ന അയാളോട് വിഷമം മാറണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി ചിലപ്പോൾ വല്യമ്മ അന്നദാനം കഴിഞ്ഞിട്ട് വരുമായിരിക്കും മുത്തശ്ശ. നേരെ ഒരുപാടായടെ മോനെ, അന്നദാനം കഴിഞ്ഞു കാണും. എത്രയും പെട്ടെന്ന് വല്യമ്മയുടെ ഏട്ടത്തിയുടെയും വഴക്ക് മാറ്റണം. അത് തന്നെയാണ് ഞങ്ങൾക്ക് നിന്നോടും പറയാനുള്ളത്. നീയും അനാമികയുമായിട്ടുള്ള വഴക്ക് മാറുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? എത്രയും പെട്ടെന്ന് അതും മാറ്റണം. അതേ ജന്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല മുത്തശ്ശ എന്നും അനി. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അച്ഛ, ഞാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. പിന്നെയാണ് അവൻ നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇവൻ അനാമികയെന്ന് വെച്ചാൽ വെറുപ്പാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മോനെ അനി, എത്രയൊക്കെ വെറുപ്പായിട്ടും കാര്യമില്ല. നീയേ അവളെ തൊട്ട് താലി കെട്ടിയവനാ. അങ്ങനെയുള്ളപ്പോൾ അവളെ ഇനി വെറുക്കാനോ ഉപേക്ഷിക്കാനോ നിനക്ക് പറ്റില്ല മോനെ. ഒരു ഭാര്യയായിട്ടോ ഒരു നല്ലൊരു മനുഷ്യയായിട്ടോ ഒരു ഫ്രണ്ടായിട്ടോ പോലും എൻ്റെ കൂടെ ബെഡ്റൂമിലില്ല. പിന്നെ ഞാൻ എന്തിനാ മുത്തശ്ശി അവളെ സ്നേഹിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് എന്നോട് ദേഷ്യ. എന്നെ തല്ലാനും തിന്നാനും വരുന്നത് പോലെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോനെ, അതൊക്കെ അങ്ങ് മറക്കണം. ഭാര്യയും ഭർത്താവും ആകുമ്പോൾ പല പ്രശ്നങ്ങളും റൂമിനുള്ളിലുണ്ടാവും. അതൊന്നും പുറത്ത് കാണിക്കാതെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അതെങ്ങനെ നടക്കും? ഇദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യണമെങ്കിൽ പോലും അവളിവിടെ ഇല്ലല്ലോ. അവൾ ഒന്നിന് രണ്ടാമത്തെ കാര്യം പറഞ്ഞ് വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതും ശരിയാണ്. എന്തായാലും നിങ്ങളുടെ പ്രശ്നവും ഇതിനോടകം അവസാനിപ്പിക്കണം. എന്നാലേ ഒരു സമാധാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും ദേവയാനി ഇതെവിടെ പോയോന്തോ. അപ്പോഴേക്കും ആദർശ് വരിക. എടാ ആദർശേ, മോനെ അമ്മയെ വിളിച്ചായിരുന്നോടാ? വിളിച്ചും അച്ഛാ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഈശ്വര, എന്തൊരു കഷ്ടമായത്. എടാ, നീ കൂടെ ഇങ്ങനെ ദേവേനിയെ വഴക്ക് പറയരുത്. അങ്ങനെ വഴക്ക് പറഞ്ഞാൽ മോളും ഇനി അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും നടക്കില്ല അമ്മേ. കാരണം അവൾക്ക് ഇവനെ കാണാതിരിക്കാൻ പറ്റില്ല. ഇവനെന്ന് വെച്ചാൽ അയാൾക്ക് ജീവനാ. അങ്ങനെയുള്ളപ്പോൾ ഇവനെ വിട്ടിട്ട് അയാൾ എവിടെയും പോയില്ല, അതുറപ്പാ എന്നൊക്കെ പറയാണ്. ഈ സമയം പാവം അവളുടെ മനസ്സിലും ഒരുപാട് വിഷമമുണ്ട്. വന്നു കയറിയ മരുമകൾ എങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ച് നിന്നതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അമ്മായിയമ്മയുടെയും മരുമകളുടെയും പിണക്കം എത്രയും പെട്ടെന്ന് മാറ്റിയേ പറ്റൂ. അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. അവരുടെ പിണക്കം മാറ്റാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ദേവേനെ മനസ്സിലാക്കണം. അത് ഈ ജന്മത്ത് നടക്കില്ല എന്ന് പറയുമ്പോഴേക്കും മുറ്റത്ത് കാറ് വന്ന് നിൽക്കുക. കാറ് കണ്ടതും നമ്മുടെ മുത്തശ്ശിക്ക് ആശ്വാസമായി. ദേ ക്ഷേത്രത്തിൽ പോയ ആളെത്തിയല്ലോ എന്നും പറയുക. അപ്പോഴേക്കും എല്ലാവരും പായം പൊളിച്ച് നോക്കി നിൽക്കുക. കാറിൽ നിന്ന് വേറൊരാളും കൂടെ. അത് വേറെ ആരുമല്ല, നയനയായിരുന്നു. നയനയെ കണ്ടതും എല്ലാവരും ഞെട്ടി. കാര്യം പരിഹരിച്ചുകൊണ്ടാണല്ലോ അമ്മായി അമ്മയുടെ വരവ്. മരുമോളെയും കൂട്ടി അപ്പം ഇയാൾ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നോ? നമ്മളൊക്കെ വിമർശിച്ചത് അവൾക്ക് സഹിക്കാൻ പറ്റി കാണില്ല. അതുകൊണ്ടാണ് അവൾ പോയി നയനമോളെ വിളിച്ചുകൊണ്ട് വന്നത്. അതെ അല്ലേടാ? ചിലപ്പോൾ ശരിയായിരിക്കും. അല്ല, ഞാൻ വിളിച്ചിട്ടും വരാത്തവൾ എങ്ങനെയാ അമ്മയെ വിളിച്ചപ്പോൾ അവർ വിട്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കുക. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നും ആലോചിച്ച് ആദർശ് നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും അകത്തേക്ക് വരിക. ഇതെന്താ ദേവയാനി, നീ അമ്പലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് മോളെ വിളിക്കാനാണോ പോയത് എന്നും മുത്തശ്ശിയുടെ ചോദ്യം. ഞാൻ പോയത് ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ദേവി വന്ന് ഇവളുടെ വീട്ടിൽ പോകണം, ഇവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്ന പോലെ തോന്നി. പിന്നെ ദൈവങ്ങളുടെ വാക്കല്ലേ, അത് നമ്മുടെ കാതിൽ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് പോയി വിളിച്ചതാ. അല്ലമ്മേ, ഞാൻ വിളിച്ചിട്ട് ഇവളുടെ അച്ഛനും അമ്മയും ഭയങ്കര ഡിമാൻഡ് ഇട്ടല്ലോ. പിന്നെ അമ്മ വിളിച്ചപ്പോൾ എങ്ങനെ വിട്ടു? ഞാൻ വലിയ ഡിമാൻഡൊന്നും ഇട്ടില്ല. പിന്നെ ഇവളെ സ്നേഹിച്ചോളാന്നും പൊന്നുപോലെ നോക്കിക്കോളാന്നും അവർക്ക് കള്ളസത്യം ചെയ്തു കൊടുത്തു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? എന്താ ദേവയാനി ഇത്? എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരോട് കള്ളസത്യമൊക്കെ ചെയ്യുന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഇവള് വന്നില്ലെങ്കിൽ ഇവൻ ആകെ അപ്സെറ്റാ. ഇവനിപ്പോൾ എന്നോട് സ്നേഹം പോലും ഇല്ല. സ്നേഹം മുഴുവനും ഇവളോടാ. ഇവളൊരു ദിവസം ഇല്ലെങ്കിൽ ഇവനത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മേ? ഞാനതുകൊണ്ടാണ് ചെന്ന് വിളിച്ചതും കള്ളസത്യം ചെയ്തതും. പിന്നെ ഞാൻ പറഞ്ഞതിന് എനിക്ക് എന്നല്ല മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇവളുടെ വീട്ടുകാർ വരുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് ഞാനിവിടെ സ്നേഹിക്കും, അല്ലാതെ ഇവിടെ വെച്ചൊന്നും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ നമ്മുടെ ദേവയാനി പറയുക. അപ്പം മുത്തശ്ശൻ, അതൊന്നും പോരെ ദേവയാനി, വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ എന്നും മോളെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചാൽ നിനക്കും നന്മയുണ്ടാവും, മോൾക്കും സന്തോഷവും. അത് കേട്ടതും ഇവളെ സ്നേഹിച്ചിട്ട് എനിക്ക് നന്മ ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ, അങ്ങനെ എനിക്ക് ഇവളെ സ്നേഹിക്കാനും കഴിയില്ല എന്നൊക്കെ പറയുകയാണ്. ഈ സമയം നമ്മുടെ ആദർശ്, ഇപ്പം നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഡിമാൻഡൊക്കെ മാറിയോ? മാറി ആദർശേട്ടാ. അവരോട് അമ്മ പറഞ്ഞത് കള്ളസത്യമാണെങ്കിലും അവരത് വിശ്വസിച്ചു. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എനിക്ക് അമ്മയോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതുപോലെ അവരുടെ മുൻപിൽ വെച്ചെങ്കിലും അമ്മ എന്നോട് സ്നേഹം കാണിച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ വെറുപ്പിച്ച് നിന്നാൽ ഇനി എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം. ഞാൻ വാക്ക് പറഞ്ഞ വാക്ക് വലിക്കും, അല്ലാതെ എനിക്ക് നിന്നെപ്പോലെ വാക്ക് വലിക്കാത്ത സ്വഭാവമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി. ഈ സമയം പിന്നീട് കാണിക്കുന്നത്
രണ്ടുപേരും അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ ആദർശ് എന്തൊക്കെയോ കളികളുണ്ടല്ലോ, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തായിരിക്കും അത്? അമ്മായിയമ്മയും മരുമോളും കൂടെ ഇനി ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടുവാണോ? ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ വിളിച്ചിട്ട് വരാത്തവൾ എങ്ങനെയാ? അതിനർത്ഥം അമ്മായിയമ്മയുടെയും മരുമകളുടെയും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കണം എന്നാലോചിച്ചുകൊണ്ട് ആദർശ് ഈ സമയം ജലജ നമ്മുടെ ജാനകിയോട്, ഇത്ര നേരമായിട്ടും അങ്ങോട്ട് പോയ ഏട്ടത്തിയെ കാണുന്നില്ലല്ലോ ജാനകി, അമ്പലത്തിലേക്ക് പോവാന്നും പറഞ്ഞാൽ പോയത്, ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നും പുറകിൽ നിന്നൊരു ശബ്ദം. അത് കേട്ടതും ജലജയും ജാനകിയും തിരിഞ്ഞു നോക്കി. ഇവളോ? നിന്നെ ഇങ്ങോട്ട് വിടില്ലെന്നാണല്ലോ നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത്. അങ്ങനെയായിരുന്നു അവരുടെ നിലപാട്. പക്ഷേ ഒരാൾ വന്ന് വിളിച്ചപ്പോൾ നിലപാട് മാറി. ആരാ വന്ന് വിളിച്ചത്? വേറെ ആര്? എൻ്റെ അമ്മായിയമ്മ. എൻ്റെ അമ്മായിയമ്മ വന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം അവർ വിട്ടു. അത് കേട്ടതും നാണം ഉണ്ടോടി നിനക്ക്? ഇവിടെ വന്ന് നിൽക്കാൻ? ഞാനെന്തിനാ നാണിക്കുന്നേ? ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ, എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ ഭർത്താവിൻ്റെ വീട്. ഇവിടെ നിൽക്കാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല. നാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എനിക്കും ഇവിടെ അവകാശമുണ്ട്, മനസ്സിലായല്ലോ എന്നും നയന. അവകാശം തട്ടിയെടുക്കാൻ വന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നെ കരുതിക്കോ, എനിക്കതിലൊരു സങ്കടമില്ല. എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിച്ചോളാന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെനിക്കൊരു സങ്കടമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക. ഈ സമയം നാണം കെട്ടവള് നാണവും മാനവും ഇല്ലാതെ വലിഞ്ഞേറി വന്നോളും. ഞാൻ നാണവും മാനവും ഇല്ലാതെ വലിഞ്ഞേറി വരുമൊന്നുമില്ല. പിന്നെ നീ എന്തിനടി ഇവിടുന്ന് പോയത്? ഞാൻ പോയതല്ലല്ലോ, എൻ്റെ അച്ഛനമ്മയും വിളിച്ചുകൊണ്ട് പോയതല്ലേ. അവിടെ ചെന്നപ്പോഴല്ലേ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ഇങ്ങനെ കാര്യമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, പക്ഷേ എല്ലാം ശരിയായി. അമ്മ വന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ അമ്മ വന്ന് വിളിച്ചില്ലെങ്കിലും കുറച്ച് ദിവസം നിന്നിട്ട് ഞാനിങ്ങ് പോരുമായിരുന്നു. അല്ലാതെ അവിടെ കടിച്ചു തൂങ്ങാനൊന്നും എനിക്ക് പറ്റില്ല. അല്ലെങ്കിലും ഇത്രയും വലിയ വീടും സൗകര്യമൊക്കെ വിട്ടിട്ട് നീ ഒന്നും പോകില്ലെന്നറിയാടി. ഇത്രയും വലിയ വീട് സൗകര്യത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ഇവിടെയുണ്ട്. ആ സ്നേഹത്തിന് വില കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ സ്നേഹം പുറത്ത് കാണിച്ച് ഉള്ളിൽ അഭിനയിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല എന്നൊക്കെ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടും പുറത്ത് കാണിച്ചിട്ടും ഉള്ളിൽ അതെല്ലാം ഒരു കുശുമ്പും പുന്നായ്മയായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരെയും ഞാൻ നിങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ജാനകിയും ജലജയും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം നയനെ അങ്ങ് പോയി. വല്ലാത്തൊരു കഷ്ടമാണല്ലോ, അവരുടെ മനസ്സങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ജാനകി. എന്താ ഇത്? എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കും അറിയില്ല ജലജയെ. ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇവൾ വരില്ല എന്ന് കരുതി അനാമിക മോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ വന്നു കഴിയുമ്പോൾ വേറെ പ്രശ്നം എന്തെങ്കിലും ആവോ എന്തോ. നമുക്കതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് ജലജ എഴുന്നേറ്റ് പോകുമ്പോൾ അബി അവിടെ ഇരിക്കുക. എടാ വരണ്ടെന്ന് പറഞ്ഞവളൊക്കെ വന്നു. ആര്? നയന. അമ്മായിയമ്മ പോയി മരുമകളെ കൂട്ടിക്കൊണ്ടു വന്നു. വലിയമ്മ അമ്മായി കൂട്ടിക്കൊണ്ടു വന്നോ? അതെ, അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നു. എന്തൊരു കഷ്ടം ഇത്. അവർ വന്നതോ അമ്മായിയമ്മ പോയി മരുമകളെ വിളിച്ചുകൊണ്ട് വന്നതോ ഒന്നും അല്ലമ്മ എൻ്റെ ടെൻഷൻ. ഞാനിപ്പോൾ വേറെ ടെൻഷനില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സിൽ വേറെ കാര്യങ്ങൾ കടന്നുകൂടിയിരിക്കുക. എന്താടാ, നീ മൂർത്തീസ് ജ്വല്ലറിയിൽ വേറെ എന്തെങ്കിലും തിരുമറി നടത്തിയോ? അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടമ്മേ. ഞാൻ അതുപോലൊരു പ്രതിസന്ധിയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നത് മുള്ളും തീയും നിറഞ്ഞ പാതയിലൂടെയാണ്. എന്താടാ നിനക്ക് സംഭവിച്ചേ? എന്താണെങ്കിലും തുറന്നു പറ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലമ്മേ. അധികം വൈകാതെ തന്നെ അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞോളും. പിന്നെ എൻ്റെ വായിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യം എന്താ? എൻ്റെ അബി, നീ ഇങ്ങനെ മനുഷ്യനെ പൊട്ടനാക്കല്ലേ. കാര്യം എന്താന്ന് പറ. ഞാനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. ചിലപ്പോൾ ഈ സമയത്ത് നവ്യയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അവൾ പോയതുകൊണ്ട് സന്തോഷത്തിലാണ് ഞാൻ. അവൾ പോയാലും ഒരേടി പോയതല്ലല്ലോ അമ്മേ. കുഞ്ഞുമായിട്ട് അവൾ ഇങ്ങോട്ട് വരില്ലേ? ആ സമയത്ത് പേരക്കുട്ടിയെ സ്നേഹിച്ച അമ്മയും ഭാര്യയെ സ്നേഹിച്ച് ഞാനും ഇവിടെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിലേ എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും. അധികം ഇവിടെ നിന്ന് അഭിനയിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം അനന്തപുരിയിലായിരിക്കില്ലമ്മേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവനെന്തൊക്കെയാണ് പറയുന്നേ? ഞാൻ പറഞ്ഞത് ഇത്രയും അമ്മ അറിഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ അധികം താമസിയാതെ അറിയും. എന്നാൽ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അബി അങ്ങ് പോവുക. ഈ സമയം ഇവനിതെന്താ പറ്റിയേ? എത്ര സങ്കടമുള്ള വാക്ക് പറഞ്ഞിട്ടും അവൻ്റെ മുഖത്തൊരു ടെൻഷനും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക. ഈ സമയം ആദർശൻ നയനയോട് ചോദിക്കുക, അല്ല നയനെ, എന്നാലും അമ്മ വിളിച്ചപ്പോൾ തന്നെ നിൻ്റെ അച്ഛനും അമ്മയും വിട്ടല്ലോ എന്ന് ഓർക്കുമ്പോഴെൻ്റെ സങ്കടം. ഞാൻ വിളിച്ചിട്ട് പോലും നിന്നെ വിട്ടില്ലല്ലോ അവർ. അത് പിന്നെ അമ്മ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞതുകൊണ്ടല്ലേ അവർ വിട്ടത്. ഇല്ലായിരുന്നെങ്കിൽ അവർ വിടില്ലായിരുന്നു ആദർശേട്ടാ. അല്ല, അമ്മ നിന്നെ സ്നേഹിക്കും തോന്നുന്നുണ്ടോ? അതിന് നമുക്ക് കഴിയോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് സ്നേഹിച്ചാൽ മതി. ഇനിയിപ്പോൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല. സത്യം പറയാലോ, 2 ദിവസം ഞാൻ വീർപ്പ് മുട്ടിപ്പോയി.
ആദർശേട്ടനോടൊപ്പം വരാൻ പറ്റാതെ ഞാൻ ആകെ സങ്കടം കൊണ്ട് പൊളയുമായിരുന്നു എന്നൊക്കെ പറയാ. എന്തായാലും നമുക്ക് നോക്കാൻ നയനെ, അമ്മ സ്നേഹിക്കുമല്ലേന്ന്. അതെ ആദർശേട്ടാ. അല്ല വരുമ്പോൾ നീ അമ്മ എന്തെങ്കിലും സംസാരിച്ചോ? അതൊന്നും പറയണ്ട, എന്നെ കാത് കടിച്ചോണ്ടോ വന്നത്. നിനക്ക് എന്താടി ഇത്ര അഹങ്കാരം? കയ്യിൽ കുറേ ഡിസൈൻ വരയ്ക്കാന്നറിയാമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, നിന്നെ ഞാൻ ഈ ജന്മത്തെ സ്നേഹിക്കുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനം. ഞാൻ മനഃപൂർവ്വം അവസരം മുതലെടുക്കുകയാണെന്നും പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല, എല്ലാം മിണ്ടാതെ കേട്ടിരുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ എന്തോ കള്ളക്കളി ഉണ്ടല്ലോ. പിന്നെ വീട്ടിൽ വന്നായിരുന്നു ആദർശേട്ടാ. നവ്യേച്ചിയും കൊണ്ട് കുറേ ചുറ്റിക്കറങ്ങാനൊക്കെ പോയി. ഇനി അതവൻ്റെ അഭിനയം അല്ലാതിരുന്നാൽ മതി. അതെ, ഇവിടെ പലരും അഭിനയിക്കുക. ആ അഭിനയത്തിൽ എന്തൊക്കെയോ കല്ലുകടിയുണ്ട്, കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും ആദർശ് ആലോചിക്കുകയാണ്. ആദർശൻ എന്താ ചിന്തിക്കുന്നേ? ഏയ് ഒന്നുമില്ല നയനെ എന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് നയനെ നോക്കുകയാണ്. നയന ആദർശിനെയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.